ഗ്രൗണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിൻ്റെ ഒരു ജീവവായുവാണ്. അത് നിലനിർത്തണം. ഞങ്ങളെ ഒരിക്കലും ഈ വികസനത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ബിൽഡിങ്ങിനോ എടുക്കുന്നതിനെതിരല്ല. ഒരു 35 മീറ്റർ ചുറ്റളവുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വോളിയുള്ള കോർട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഒരു 60 മീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു 7 സ്പോട്ട് നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. സ്കൂളിൻ്റെ ഗ്രൗണ്ടിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത വിധത്തിൽ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു അൺസേഫ് ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൻ്റെ മുഴുവൻ ഭാഗവും ഉപയോഗിക്കുന്നില്ല. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്ന വടകര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈക്കോടതി നിയമിച്ച കമ്മീഷൻ സന്ദർശനം നടത്തി. പരിമിത സൗകര്യങ്ങളാൽ പ്രയാസപ്പെടുന്ന സ്കൂളിൽ പുതിയ കെട്ടിടം അനിവാര്യമാണ്. എന്നാൽ കളിക്കളം നഷ്ടപ്പെടുത്തിയ കെട്ടിടം പണിയാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കായികപ്രേമികളും നാട്ടുകാരും ഉൾപ്പെടെയാണ് വർഷങ്ങളായി ഉപയോഗിക്കുന്ന കളിക്കളം നഷ്ടപ്പെടുത്തി ഗ്രൗണ്ടിൽ കെട്ടിടം പണിയുന്നതിനെതിരെ രംഗത്തുള്ളത്. അതേസമയം കെട്ടിടം പണിതാലും കളിക്കളം നഷ്ടപ്പെടില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. ഇത് സംബന്ധിച്ച തർക്കം തുടരുകയാണ്. കേസ് കോടതിയിലായതിനാൽ കെട്ടിട നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് കമ്മീഷൻ അംഗം സ്ഥലം സന്ദർശിച്ചത്. സ്കൂൾ ഗ്രൗണ്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. കാരണം കാലത്തും വൈകുന്നേരവുമായിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, നൂറുകണക്കിന് നാട്ടുകാർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും അവിടെ ബിൽഡിംഗ് എടുക്കുന്നതിന് ഞങ്ങളെതിരല്ല. ബിൽഡിംഗ് എടുക്കാനുള്ള സൗകര്യം ഈ കോമ്പൗണ്ടിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഏതോ തരത്തിലൊരു വാശിയാണ് ഈ ഗ്രൗണ്ടിൽ തന്നെ ബിൽഡിംഗ് എടുക്കണമെന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ ഒരിക്കലും ഈ വികസനത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ബിൽഡിങ്ങിനോ എടുക്കുന്നതിനെതിരല്ല. കാരണം ഇവിടെ ഭൗതിക സാഹചര്യം ഉണ്ടാവണം. ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന നന്നായി എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അത് നമുക്കെല്ലാവർക്കും അറിയാം. അത് നാട്ടുകാരുടെ സഹായവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിടത്തോളം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരക്കുറുപ്പ് ചെയർമാനായപ്പോൾ ജനകീയ ആസൂത്രണത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഒരുപാട്, കാരണം വോളിബോൾ, ഫുട്ബോൾ, അതുപോലെ തന്നെ ക്രിക്കറ്റ് തുടങ്ങിയിട്ടുള്ള കളികളൊക്കെ നടക്കുന്നുണ്ട്, മാച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിബോളിൻ്റെ റീറ്റിൽ നിന്നൊക്കെ പറയാം. പലപ്പോഴും നമ്മളെ വോളിബോളൊക്കെ നശിച്ചു പോകാനുള്ള കാരണം ഗ്രൗണ്ടിനകത്ത് കാരണം. ഓരോ പ്രദേശത്തും ബിൽഡിംഗ് എടുക്കുമ്പോൾ പറയും ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കാനാവില്ല. ഗ്രൗണ്ട് പോയാൽ ഗ്രൗണ്ട് പോയി. അത് ഈ ഗ്രൗണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിൻ്റെ ഒരു ജീവവായുവാണ്. അത് നിലനിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. നാട്ടുകാരുടെ എല്ലാവിധ നാട്ടുകാർ മാത്രമല്ല, സ്പോർട്സിനെ സ്നേഹിക്കുന്ന സ്പോർട്സ് പ്രേമികളൊക്കെ കൂടി ചേർന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. അത് നിലനിർത്താൻ ആവശ്യമായിട്ടാണ് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത്. ആക്ഷൻ കമ്മിറ്റിൻ്റെ ഭാരവാഹി ഇപ്പോൾ ഞാനാണ്, അതുപോലെ തന്നെ KTK അയ്യത്തും എടേത് സിയറിനൊക്കെയാണ്. പിന്നെ ഇവിടെ സന്ദർശിക്കുന്നത് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു കേസ് കൊടുത്തിരുന്നു. ഇത് നിലനിർത്താൻ ആവശ്യമായിട്ട് 2.5 വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അവസാനത്തെ പരിസമാപ്തി എന്നുള്ളതിലാണ് ഇവിടെ കോടതിയിലൊരു കമ്മീഷൻ ഇവിടെ വന്നത്. ആ കമ്മീഷനാണ് ഇപ്പോൾ ഇവിടെ ആളുകളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ പ്രതിനിധിയായിട്ട് അഡ്വക്കേറ്റ് നീരജ് കൃഷ്ണകുമാറാണ് ഇന്ന് സ്കൂളിൽ ഒരു കമ്മീഷനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. ഇദ്ദേഹത്തിന് 7ഓളം കാര്യങ്ങൾ ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിച്ച് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഏകദേശം ഒരു 2-2.5 കൊല്ലത്തോളം ജനകീയ സമരങ്ങളും ഒരു 2.5 വർഷത്തോളമായി കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കെട്ടിടം അനുയോജ്യമായ സ്ഥലത്ത് നിർമ്മിക്കുക, കളിസ്ഥലം സംരക്ഷിക്കുക എന്ന ഒരു അടിസ്ഥാന തത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് കായിക പ്രേമികളും നാട്ടുകാരൊക്കെ ഹൈക്കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോയത്. ഇത് തികച്ചും ഒരു വാശിയുടെ പുറത്താണ് ഈ കേസ് ഇത്രയും കാലം നീണ്ടു നിൽക്കാൻ കാരണം. ഈ സമരം നടക്കുന്ന ഈ ജനകീയ ഈ സംരക്ഷണ സമിതിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുമായിട്ട് സ്കൂൾ അധികൃതരോ അല്ലെങ്കിൽ വടകര നഗരസഭ ബന്ധപ്പെട്ട അധികാരികൾ ഇന്ന് വരെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് കേസിന് പോയത്. ഏകദേശം ഒരു 2-2.5 വർഷത്തോളം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന പരിസമാപ്തി എന്ന നിലക്കാണ് അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളും പരിസരവും പരിശോധിക്കാൻ വേണ്ടി വന്നത്. 1982 ഈ സ്കൂൾ ഹൈസ്കൂളായിട്ട് മാറിയത്. മുമ്പ് GBTS ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂളിൻ്റെ പേരിലാണ് ഈ ഭൂമി കിടക്കുന്നത്. അത് ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളുണ്ട്. 82 ഹൈസ്കൂളും 1999 ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് നിലവിൽ വന്നത്. 82 കാലഘട്ടത്തിൽ ഈ സ്കൂൾ ഏകദേശം 600-700 കുട്ടികളും 85-86 കാലഘട്ടങ്ങളിൽ 1200 കുട്ടികൾ
പഠിച്ച ഈ സ്കൂളിൽ ഹയർ സെക്കൻഡറി വരുന്നതിന് മുമ്പ് 2 ഷിഫ്റ്റായിട്ടാണ് ഈ സ്കൂൾ പ്രവർത്തിച്ചത്. 5 മുതൽ 7 വരെ ഒരു ടൈം, 8 മുതൽ 10 വരെ ഒരു ടൈം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 10th 8 ABCDE 5 ഡിവിഷനാണ്. 8ാം ക്ലാസ് പിന്നെ ശരിക്കും 6 ഡിവിഷനാണ്. 1000-ലധികം കുട്ടികൾ പഠിച്ച ഈ സ്കൂൾ അന്ന് ഒരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യത്തോടുകൂടിയാണ് ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് സ്കൂൾ കെട്ടിടം 18 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് എവിടെയും നിർമ്മിക്കാം. പക്ഷേ ഇതുപോലത്തെ മനോഹരമായൊരു സ്റ്റേഡിയം നിർമ്മിക്കാൻ വടകര നഗരസഭയിൽ ഒരു സ്ഥലം പോലും ഇല്ല. വടകരയിൽ നഗരസഭയിൽ നിലവിലുള്ള നിരവധി സ്റ്റേഡിയങ്ങൾ, ഇപ്പോൾ വടകര നഗരസഭ പിന്നെ കെട്ടിടം പ്രവർത്തിക്കുന്നത് ഈ ഇൻഡോർ സ്റ്റേഡിയത്താണ്. വടകര പിന്നെ നാരായണതരം ഗ്രൗണ്ടിൽ BOT മാളിൽ വന്ന് ഒരു ഇൻഡോർ സ്റ്റേഡിയം വന്ന് അവശേഷിക്കുന്ന ചെറിയ സ്ഥലം മാത്രമാണ് ഈ ഗ്രൗണ്ടായിട്ട് അവിടെ ഉള്ളു. ഇപ്പോൾ താഴെയങ്ങാടി പിന്നെ ഒരു നല്ലൊരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. അവിടെ KSRTC ഓപ്പറേറ്റിംഗ് സെൻറ്ററിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ കമ്പനി വയലിൽ ഫുട്ബോൾ കളിക്കുന്ന വലിയൊരു കോർട്ടായിരുന്നു, അത് റെയിൽവേ എടുത്തു. ഇവിടുത്തെ ഈ സ്കൂളിൻ്റെ കായിക മത്സരം വരെ നടത്തുന്നത് നാരായണതരം ഗ്രൗണ്ടിലാണ്. ഭയങ്കര അതിശക്തി തോന്നി നമുക്ക്. ഇത്രയും മനോഹരമായൊരു സ്റ്റേഡിയം ഇവിടെ ഉണ്ടായിട്ട് പോലും ഈ സ്കൂളിൻ്റെ അതുപോലെ തന്നെ ഹൈസ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കുട്ടികളുടെ കായിക മത്സരങ്ങൾ നടത്താൻ കുട്ടികൾ ഇവിടുന്ന് ലൈനായിട്ട് നാരായണതരം ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് കായിക മത്സരം നടത്തുന്നത്. ഇത് ആരോടാണ് പറയേണ്ടത്? ഇത്രയും സൗകര്യങ്ങളുള്ള ഈ സ്റ്റേഡിയം ഈ കോടികൾ ജനകീയാസൂത്രണ പദ്ധതിൻ്റെ ഭാഗമായിട്ട് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സ്റ്റേഡിയമാണിത്. ഇന്ന് സ്റ്റേഡിയത്തിൻ്റെ വർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് സ്ഥലം ശരിക്കും പറഞ്ഞാൽ ബേസിക് ട്രെയിനിങ് സ്കൂളിൻ്റെ പേരിലാണ്. പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിൽ ഒരു തുണ്ട് ഭൂമി പോലില്ല. ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡയറ്റ്, ഈ ഡയറ്റിൻ്റെ പേരിലാണ് ഇന്നത്തെ ഇതിൻ്റെ എല്ലാ കൈവശ രേഖകളും ഇതിൻ്റെ ആധാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലാണുള്ളത്. ഈ ഹയർ സെക്കൻഡറി ഒരു രേഖകളും ഇല്ല. ഈ ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂളിൽ 82 HSI ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂൾ ഹൈസ്കൂളായി, മോഡൽ ഹൈസ്കൂളായി. അതുപോലെ തന്നെ 99-ലാണ് HSS ആയത്, ഹയർ സെക്കൻഡറി. ഇപ്പം നിലവിൽ ഇവിടെ കാര്യമായി ആരും കളിക്കലില്ല, അല്ലെങ്കിൽ അതിൻ്റെ പരിപാടികളൊന്നും നടക്കില്ല എന്നാണ് അത് അവർ പറഞ്ഞ കാര്യം സത്യം. കളിപ്പിക്കലില്ല. ഈ സ്കൂളിന് സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഒരു കുട്ടികൾ നിങ്ങൾക്ക് കാണാം. ഈ വോളിബോൾ കോർട്ട് എന്ന് പറഞ്ഞ 2 പോസ്റ്റാണ്, ഒരു പോസ്റ്റ് നിലവിലില്ല. കളിക്കുന്ന കുട്ടികൾ തീർച്ചയായും വലിയ ബുദ്ധിമുട്ട്. ഈ ഗ്രൗണ്ട് ഇവിടെ 2 ഷിഫ്റ്റായി നടക്കുന്ന സമയത്ത് പോലും അത്രയും കുട്ടികളുണ്ട്. അതിനുശേഷം ആയിരക്കണക്കിന് കുട്ടികൾ സമയത്ത് നിങ്ങളിപ്പോൾ കണ്ടില്ല, നിങ്ങൾ മീഡിയാസും അതൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടുത്തെ ബാത്റൂമിൽ എത്ര ബാത്റൂമുണ്ട് ഇവിടെ? ഈ ബാത്റൂം സ്മെല്ല് കാരണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതിനൊക്കെ എന്തൊക്കെ സംവിധാനമുണ്ട്? ഇങ്ങനെയാണോ ബാത്റൂം വേണ്ടത്? ചുറ്റുമുതൽ ഇങ്ങനെയാണോ വേണ്ടത്? ഇതാരാണ് ചെയ്യേണ്ടത്? PTA കമ്മിറ്റിയാണ്. ഞങ്ങളൊക്കെ ഇവിടെ 9 കൊല്ലം PTA കമ്മിറ്റിയിൽ വർക്ക് ചെയ്ത ആളുകളാണ്. അതൊന്നും ഈ ബുദ്ധിമുട്ട് പ്രയാസങ്ങളില്ല. ഞങ്ങൾ 2019-20 കാലഘട്ടത്തിലാണ് കിഫ്ബിന്ന് ഫണ്ട് പാസ്സായത്. അന്നത്തെ PTA കമ്മിറ്റി കൊടുത്ത പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയം സംരക്ഷിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ പുറത്താണ് ഊരാളുങ്കൽ സൊസൈറ്റി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് കലക്ടർക്ക് സമർപ്പിച്ചു. കലക്ടർ വന്ന ഒരു മഴക്കാലത്ത് പറഞ്ഞത്, ഈ മഴക്കാലത്ത് രാജ്യം വെള്ളക്കെട്ട് ആയതുകൊണ്ട് ഈ സ്ഥലം നഞ്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായം കലക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ ഒരു രേഖയൊന്നും അല്ലെങ്കിൽ ഒരു ഓർഡറൊന്നും കലക്ടർ കൊടുത്തിട്ടില്ല. പിന്നീട് വന്ന PTA കമ്മിറ്റി ഈ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ നല്ല തനതായ സ്ഥലത്ത് ബിൽഡിങ്ങുമായിട്ട് ഈ കെട്ടിട നിർമ്മാണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസരത്തിൽ നാട്ടുകാരും കായിക പ്രേമികളും ഒക്കെ ഈ സ്കൂളിൻ്റെ ആളുകളെ സമീപിക്കും. നിങ്ങൾ ഒരു തരത്തിലും ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ബിൽഡിംഗ് എടുക്കാൻ പാടില്ല എന്ന് ശക്തമായി ഞങ്ങൾ പറയുന്നുണ്ടായി. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കത്ത് കൊടുത്തു. അതിന് ശേഷമാണ് ഇവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അതിന് സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോയത്. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഈ ഗ്രൗണ്ടിൽ കെട്ടിടം വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിന് നീളം എന്ന് പറഞ്ഞാൽ 130 മീറ്റർ നീളമാണ് ഗ്രൗണ്ടിൻ്റെ. ഇതിന് വീതി എന്ന് പറഞ്ഞാൽ 70 മീറ്ററാണ്. ഒരു 7 കോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 40 മീറ്റർ വീതിയും 70 മീറ്റർ നീളമാണ് ഒരു 7 കോർട്ടിൻ്റെ നീളം. ഒരു വോളിബോൾ കോർട്ടിൻ്റെ നീളം 9-9. പക്ഷേ 9-9 ഒരു കോർട്ടിന് നീളം, 18-9 2 കോർട്ടിൻ്റെ നീളമിൻ്റെ വീതി. പക്ഷേ ആ 18-9 മാത്രം മതിയല്ല. കാരണം അതിൻ്റെ പവലിയം വേണം, കുട്ടികൾക്ക് ഒരു ഇരുന്ന് കളി കാണാനുള്ള ഒരു സൗകര്യം വേണം, അല്ലെങ്കിൽ നിന്ന് കളി കാണാനുള്ള ഒരു സൗകര്യം വേണം. ഒരു 35 മീറ്റർ ചുറ്റളവുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വോളിബോൾ കോർട്ട് നിർമ്മിക്കാൻ സാധിക്കുക. ഒരു 100 മീറ്റർ വീതിയും അതുപോലെ തന്നെ ഒരു 60 മീറ്റർ 100 മീറ്റർ നീളവും ഒരു 60 മീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു 7 കോർട്ട് നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ കൊടുത്തത് അശാസ്ത്രീയമായിട്ടൊരു പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഗ്രൗണ്ടിൻ്റെ ബിൽഡിങ്ങും അതുപോലെ തന്നെ 100 മീറ്റർ ട്രാക്ക്, 200 മീറ്റർ ട്രാക്ക്,
അതുപോലെ ഇതിൻ്റെ 200-ൻ്റെ ഉള്ളിൽ ഒരു 7 സ്ക്വാട്ട്. സാധാരണ ഒരു 100 മീറ്റർ ട്രാക്കും 200 മീറ്റർ ട്രാക്കും മിനിമം 6 ട്രാക്ക് ഉണ്ടാവും, മിനിമം 6. സാധാരണ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ നാഷണൽ ലെവലിൽ വെച്ചാൽ 9 ട്രാക്കാണ്. ഇതിൽ എത്രയുള്ളത് നോക്കിയാൽ, ഇതിൽ 5 ട്രാക്കാണ്. 100 മീറ്റർ ട്രാക്ക് എന്ന് പറയുമ്പോൾ 5 ലൈനാണുള്ളത്. 200 മീറ്റർ 5 ലൈനാണുള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ്. ഇത് 7 സ്ക്വാറിൻ്റെ കോർണർ എന്ന് പറയുന്നത് 200 മീറ്റർ ട്രാക്കിനോട് ചേർന്നിട്ടാണുള്ളത്. ഇതിനൊരു പവിലിയൻ വേണ്ടേ, കുട്ടികളെ കളി കാണാനുള്ള ഒരു സൗകര്യം വേണ്ടേ? എങ്ങനെയാണ് ഇതിൻ്റെ അശാസ്ത്രീയം എന്ന് പറയുന്നത്? ബിൽഡിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു തരത്തിലുള്ള ഈ പിന്നെ ഒരു കോർട്ടോ അല്ലെങ്കിൽ 200 മീറ്റർ ട്രാക്കോ അല്ലെങ്കിൽ 100 മീറ്റർ ട്രാക്കോ അതിന് ഒരു 7 ഫുട്ബോൾ കോർട്ടോ എടുക്കാൻ സാധിക്കില്ല. ഇതിനാണ് തെളിവ്. നിലവിൽ മറ്റേ ഈ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും അതേപോലെ നേതാക്കളും മുന്നേ വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ ആരും വന്നില്ല എന്ന് പറഞ്ഞില്ല. കുറച്ച് മാസം മുന്നേ ഇവരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ സന്ദർശനം നടത്തി നമ്മൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തീരുമാനം നയിക്കുകയാണ്. ഇതിൽ ഉണ്ടായിരുന്നു. ഇതിൽ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഞങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇദ്ദേഹം കോൺഗ്രസിൻ്റെ ആളാണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 9 പേരിൽ 9 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഒന്ന് ഈ വിഷയം പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിക്കുകയുണ്ടായി. ഞങ്ങൾ പങ്കെടുത്തു. അന്ന് ആ കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് ഒരു വിദഗ്ധ സമിതി ഈ സ്റ്റേഡിയം പരിശോധിക്കും എന്ന് പറഞ്ഞത്. ആ വിദഗ്ധ സമിതി പരിശോധിക്കുകയും ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ആ വിദഗ്ധ സമിതിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അവർക്ക് പറയുന്നത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ 100% ശരിയാണെന്നുള്ള ആ വിദഗ്ധ സമിതിക്ക് ബോധ്യപ്പെട്ടു. അതിനടിസ്ഥാനത്തിൽ അതിനുശേഷം ഒരു ഫോളോ അപ്പ് ആർക്കും ആ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഒന്നും സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ പിന്നെ PTA കമ്മിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സണ് ബന്ധപ്പെട്ട ഇന്ന് ആരും വന്നിട്ടില്ല. മുനിസിപ്പൽ ചെയർപേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. വടകര MLA വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. MLA ഞങ്ങൾ പല പ്രാവശ്യം ബന്ധപ്പെട്ടു. ഒരു സർവകക്ഷി മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ട് ഈ വിഷയം പരിഹരിക്കുക. ഞങ്ങൾ ബിൽഡിംഗ് എടുക്കുന്നതിനെതിരല്ല. ബിൽഡിംഗ് അനിവാര്യമാണ്. കോഴിക്കോട് ജില്ലയിൽ നമ്പർ 1 സ്കൂളാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതിന് സ്റ്റേറ്റിൽ 3-ാം സ്ഥാനത്താണ്. വിജയശതമാനത്തിൻ്റെ കാര്യത്തിൽ മറ്റ് എല്ലാ ആക്ടിവിറ്റിൻ്റെ അടിസ്ഥാനത്തിലും ഈ സ്കൂൾ മുൻപന്തിൽ നിൽക്കുന്ന. ഞങ്ങളൊക്കെ PTA കമ്മിറ്റി എന്ന സമയത്ത് കോഴിക്കോട് റവന്യൂ ജില്ല സബ് ജില്ലാ തലത്തിൽ ബെസ്റ്റ് PTA അവാർഡ് കിട്ടിയ സ്ഥാപനമായത്. എത്ര കാലമായി? 8 കൊല്ലത്തിന് ശേഷം ഈ സ്കൂളിൽ അങ്ങനത്തെ സംഗതി വന്നിട്ടില്ല. ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു PTA കമ്മിറ്റിയും അതുപോലെ ടീച്ചേഴ്സും കുട്ടികൾക്ക് മികവുള്ള കുട്ടികളാണ് ഇവിടെ വരുന്നത്. എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. നല്ല കഴിവുള്ള അധ്യാപകരാണുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കണം. അതിന് വേണ്ട എന്താണ്? ഒരു PTA കമ്മിറ്റി ധർമ്മം എന്താണ്? ഈ പ്രദേശത്ത് നാട്ടുകാരെ ഈ സ്കൂൾ അഭേദ്യമായി ബന്ധപ്പെടുത്തണം. ഇത് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? ജനങ്ങളുമായിട്ട് അഭേദ്യമായി ബന്ധം സ്ഥാപിക്കണം. അതിന് പരിശോധിക്കാൻ വരുന്നത് ഉണ്ട്. ആര് ശ്രമിച്ചു? ഇന്ന് വരെ സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഈ കോമ്പൗണ്ട് തന്നെ 2-2.5 ഏക്കറോളം വിസ്താരമായിട്ടുള്ള ഈ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള ഒരു PTA കമ്മിറ്റി മീറ്റിംഗ് ചേർന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇന്ന് വരെ കൊടുത്തിട്ടുണ്ടോ? പറയട്ടെ. അതുപോലെ ഇപ്പം മറ്റേ ഈ കളിസ്ഥലത്തിന്റെ പറഞ്ഞില്ല, ബിൽഡിംഗ് എടുക്കുന്നതിന് എതിരല്ല എന്ന് പറയുന്നില്ല. നിങ്ങൾ പറയുന്ന രീതിയിൽ ആ കിഫ്ബിയല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടാലോ ആ രീതിയിൽ ബിൽഡിംഗ് എടുക്കാൻ പറ്റൂല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ പൈസ തള്ളിപ്പോകാന്നല്ലാണ്ട് വേറെ മാർഗ്ഗം ഒരു തരത്തിലും തള്ളിപ്പോവില്ല. കാരണം ഇത് കിഫ്ബിയുടെ വായ്പ എടുക്കുന്നതാണ്. തള്ളിപ്പോകുന്നതാണെങ്കിൽ ഇപ്പോൾ 2ാമത് റീടെൻഡർ വെച്ചിട്ടുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ ടെൻഡർ എടുത്തത്. അതിൻ്റെ എഗ്രിമെൻറ്റ് കോപ്പിയും കൈക്ക് എൻ്റെ കയ്യിലുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റി എടുക്കുകയും ഊരാളുങ്കൽ സൊസൈറ്റി ഈ എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറിയിട്ട് അവർ ഈ കിഫ്ബിക്ക് അവർ കത്ത് കൊടുത്തു, കിലയ്ക്ക് കത്ത് കൊടുത്തു. ഈ ടെൻഡറിൽ നിന്നും ഊരാളുങ്കൽ സൊസൈറ്റി പിന്മാറി കഴിഞ്ഞു. ഇപ്പോൾ 2ാമത് ഒരു 2 മാസം 1.5 മാസം മുമ്പേ വീണ്ടും റീടെൻഡർ വിളിച്ചിട്ടുണ്ട്. പല ആളുകളും റീടെൻഡർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഏത് തരത്തിലായാലും കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമായാലും ഇല്ലെങ്കിലും ഞങ്ങൾ അപ്പീൽ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കെട്ടിടം അനിവാര്യമാണ് ഇവിടെ. കാര്യത്തിൽ ഒരു കോടതിയിൽ ഇപ്പോൾ സിംഗിൾ ബെഞ്ചാണ് എടുത്തത്. ഡിവിഷൻ ബെഞ്ച് പോകാനോ അപ്പീൽ പോകാനോ എന്ത് തന്നെയായാലും ഗ്രൗണ്ട് സംരക്ഷിക്കാൻ ആവശ്യമായ ഉറച്ച നിലപാടിൽ ഞങ്ങളെ ഈ നാട്ടിലെ നാട്ടുകാരും അതുപോലെ തന്നെ കായിക പ്രേമികളും ഉറച്ചായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആയിരത്തി 1982 സ്ഥാപിച്ച ഈ സ്കൂൾ പിന്നീട് ഹയർ സെക്കൻഡറി സ്കൂളാവുകയും ഇന്ന് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥിതിയിലാണ് ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ നിലവിലുള്ളത്. സ്കൂളിലെ കുട്ടികൾക്ക് ഏകദേശം 1200ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ 64 മൂത്രപ്പുരകൾ ആവശ്യമാണ്. എന്നാൽ ഇന്ന് 5-10 മൂത്രപ്പുരകൾ മാത്രമേ ഉള്ളൂ. ആവശ്യമായ ക്ലാസ് മുറികളില്ല. അതേപോലെ തന്നെ ലാബ് സൗകര്യങ്ങളില്ല. കുട്ടികൾക്ക് ലൈബ്രറി ഇല്ല. കുട്ടികളുടെ അസംബ്ലി ചേരാനുള്ള സൗകര്യങ്ങളില്ല. ഇങ്ങനെ എല്ലാ വിധത്തിലും വളരെ പരിമിതമായൊരു സൗകര്യത്തിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്.
എന്നാൽ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച അക്കാദമിക നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണിത്. ഈ സ്കൂളിന് വേണ്ടി ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഈ പരിസരത്തുള്ള കുറച്ച് പേർ ചേർന്ന് ചില നിക്ഷിപ്ത താല്പര്യക്കാർ ചേർന്ന് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ആ കേസിൻ്റെ ഭാഗമായുള്ള ഒരു ജുഡീഷ്യൽ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഈ ജുഡീഷ്യൽ കമ്മീഷനിൽ യാതൊരുവിധ ഇടപെടലും നടത്താൻ പാടില്ലാത്തതാണ്. എങ്കിൽ പോലും സ്കൂളിൻ്റെ പരിമിതമായ ഈ പ്രയാസങ്ങൾ കമ്മീഷൻ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ കെട്ടിടം നിർമ്മിക്കുന്നത് കൊണ്ട് ഗ്രൗണ്ടിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാത്ത വിധത്തിലാണ് ഈ കെട്ടിടം ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ രൂപീകരിച്ചിട്ടുള്ള ആക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യക്കാർ പറയുന്നത് അപ്പുറത്ത് ഡയറ്റിൻ്റെ കോമ്പൗണ്ടിലുള്ള സ്ഥലം ചൂണ്ടിക്കാണിച്ചാണ് അവർ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലമുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഡയറ്റിൽ നിലവിൽ 15 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിനുള്ള സ്ഥല സൗകര്യം മാത്രമേ ഡയറ്റിലുള്ളൂ. സ്കൂളിൻ്റെ കൈവശത്തിലാണെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ വരെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങാനിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് അവർ പറയുന്നത് ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്തുള്ളൊരു ഭൂമിയാണ്. അത് നമ്മൾ പരിശോധിക്കുകയും ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിലവിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നഞ്ച ഭൂമിയാണ്. അതിന് ഞങ്ങൾ അവിടെ ആദ്യം ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി പെർമിഷൻ കൊടുത്തത് അവിടെയാണ്. പക്ഷേ അത് യാതൊരു കാരണവശാലും അവിടെ നികത്തി കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് അനുമതി ലഭ്യമാകില്ല എന്ന് രേഖാമൂലം RDO നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ശ്രീ സാംബശിവറാവു ഉൾപ്പെടെയുള്ളവർ ഈ സ്കൂൾ സന്ദർശിച്ച് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നമുക്ക് തന്നിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നത് കൊണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിന് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ഗ്രൗണ്ടിന് ഇപ്പം നടക്കുന്ന എല്ലാ ആക്ടിവിറ്റികളും നടക്കാവുന്ന വിധത്തിലാണ് ഈ കെട്ടിടം പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. വടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, വളരെയധികം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ 1200-ലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും UP വിഭാഗത്തിലുമായി 1200-ലധികം കുട്ടികളാണ് ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹയർ സെക്കൻഡറി തലത്തിൽ അഡ്മിഷൻ നേടുന്ന കുട്ടികൾ ജില്ലയിലെ തന്നെ മികച്ച വിദ്യാർത്ഥികളാണ്. കാരണം ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന വിദ്യാലയമാണിത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡഡ് വിദ്യാലയങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇവിടുത്തെ PTA മുൻകാലത്തുണ്ടായിരുന്ന PTA നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി 3,90,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പുതിയ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ഒരു പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കെട്ടിടം പണിക്കെതിരെ ഈ സ്ഥലത്തെ ചില ആളുകൾ അവിടെ കെട്ടിടം പണിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അവർ പറയുന്നത് ഞങ്ങളെ ഈ കാര്യം ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്ന്. നഗരസഭാ ചെയർമാൻ, മുൻ നഗരസഭാ ചെയർമാനായിട്ടുള്ള K. ശ്രീധരേട്ടൻ മുൻകൈ എടുത്തുകൊണ്ട് 3 പ്രാവശ്യം സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ഡയറ്റ് ഹാളിൽ വെച്ച് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയതാണ്. അവരത് അംഗീകരിച്ചതുമാണ്. ആ സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് അവർ പിന്നീട് ഞങ്ങളെ അറിയിച്ചില്ല എന്നുള്ള കാര്യം പറയുന്നത്. ഇതിൻ്റെ പ്രയാസം മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികാരികളും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരൊക്കെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഇപ്പം ഇവർ പറയുന്നത് ULCC വർക്ക് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം കിഫ്ബി റീടെൻഡർ വെച്ചിട്ടുണ്ട്. റീടെൻഡർ വെച്ചപ്പോൾ നിലവിലുള്ള എമൗണ്ട് വർദ്ധിപ്പിക്കാതെ 3,90,00,000 രൂപ തന്നെയാണ് ഇപ്പോഴും അതിന് അനുവദിച്ചിട്ടുള്ളത്. അതിൽ നിലവിൽ 3 നില കെട്ടിടം ഉണ്ടായിരുന്നത് ഈ 3,90,00,000 രൂപയ്ക്ക് ഈ കേസ് കൊടുത്തതുകൊണ്ട് ഒരു എസ്റ്റിമേറ്റ് എന്ന നമ്മുടെ റേറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട് 2024 മുതൽ. അതുകൊണ്ട് ഈ 3,90,00,000 രൂപയ്ക്ക് നിലവിൽ ഉണ്ടായിരുന്ന 3 നില കെട്ടിടം ഇപ്പം 2 നില കെട്ടിടമായി മാറാൻ പോവുകയാണ്. ഈ കേസ് കൊടുത്തതുകൊണ്ട് 1 നില കെട്ടിടത്തിൽ വർക്ക് ചെയ്യേണ്ട കൊണ്ടുചെയ്യേണ്ട ക്ലാസ് മുറികളുടെ നഷ്ടം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണ് അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത്. ഒരു കാരണവശാലും ഈ വിദ്യാലയത്തിലെ പഠനത്തിന് വേണ്ടി പ്രവേശനം നേടിയ വന്നില്ല മുഴുവൻ കുട്ടികൾക്കും എന്താണോ ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസ അവകാശം നിയമം അവകാശപ്പെടുന്നത് അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഇവിടുത്തെ സ്കൂൾ അതോറിറ്റിക്കും PTA-ക്കുമാണ്. നിലവിലുള്ള സൗകര്യം അതിന് അപര്യാപ്തമായതുകൊണ്ട് തന്നെയാണ് ഈ കെട്ടിടം ആവശ്യമാണെന്ന് ബന്ധപ്പെട്ട ആളുകൾക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാം. എല്ലാവരും ഇതിന് സപ്പോർട്ടാണ്. കുട്ടികളുടെ കാരണം ഈ നാട്ടുകാരുടെ കുട്ടികൾ മാത്രമല്ല പുറത്തു നിന്നുള്ള കുട്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഈ പ്രദേശവാസികൾക്ക് കൂടിയാണ്. ആ പ്രദേശത്തിന്
നാട്ടിനെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇതിന് ഈ കേസ് കൊടുത്ത ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നാട്ടിൽ എന്ത് വികസനം വരുന്നുണ്ടെങ്കിലും അതിനെ എതിർക്കുക എന്നുള്ള ചിലരുടെ താല്പര്യമായി കാണുന്നുണ്ട്. അത് ഒരു കാരണവശാലും ഇവിടുത്തെ നാട്ടുകാർ സമ്മതിക്കില്ല. ഈ കെട്ടിടം വന്ന് ഇവിടെ പിന്നെ പഠനം തുടരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്തിക്കൊണ്ട് PTA-യും അധ്യാപകരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത്. ഈ സംരക്ഷണ സമിതി പറയുന്നത് പ്രകാരം ബിൽഡിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് അവിടെ ചെയ്യാൻ പറ്റുമോ? സംരക്ഷണ സമിതി പറയുന്ന പ്രകാരം അതിൽ നിലവിൽ ആ കെട്ടിടം ആ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു അൺസൈസ് ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൻ്റെ മുഴുവൻ ഭാഗവും ഉപയോഗിക്കുന്നില്ല. നിലവിൽ ആ കെട്ടിടം വന്നു കഴിഞ്ഞാലും 100 മീറ്റർ ട്രാക്കും 200 മീറ്റർ ട്രാക്കും വോളിബോൾ കോർട്ടും സെവൻസ് കളിക്കാനുള്ള സൗകര്യമൊക്കെ ആ ഗ്രൗണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്ലാൻ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. നിലവിലിപ്പം വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര താലൂക്കിൽ ഒരു സ്ഥലത്തും 400 മീറ്റർ ട്രാക്ക് കിട്ടുന്ന ഒരു ഗ്രൗണ്ടില്ല. വടകര നഗരസഭയ്ക്ക് കീഴിലുള്ള നാരായണായരം ഗ്രൗണ്ട് പോലും 400 മീറ്റർ ട്രാക്ക് ഇപ്പം നിലവിൽ ലഭ്യമല്ല. അപ്പോൾ 200 മീറ്റർ ട്രാക്ക് നമുക്കിവിടെ ലഭ്യമാണ്. ഈ ബിൽഡിംഗ് വന്നാൽ 200 മീറ്റർ ട്രാക്ക് ലഭ്യമാണ്. 2 ഏക്കർ 68 സെൻറ്റ് സ്ഥലമാണ് ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടുള്ളത്. അതിൽ 18.15 സെൻറ്റ് സ്ഥലം മാത്രമാണ് ബിൽഡിങ്ങിന് വേണ്ടി കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി 2.5 ഏക്കർ ഗ്രൗണ്ടിന് വേണ്ടി ഈ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നടക്കുന്ന മടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് 2 ഏക്കറിൽ താഴെയുള്ളൂ. ഇവിടെ 2.5 ഏക്കർ ഗ്രൗണ്ട് ഈ ബിൽഡിംഗ് വന്നു കഴിഞ്ഞാലും 2.5 ഏക്കർ ഗ്രൗണ്ടായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. സംരക്ഷണ സമിതി നാട്ടുകാർ തന്നെയാണ് സംരക്ഷണ നാട്ടിലുള്ള ചില ആളുകളും